ലോകകപ്പ് ഫുട്ബോൾ എന്നും പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും എല്ലാം മാതൃകകൾ നമുക്ക് കാണിച്ചു തരാറുണ്ട്. ഈ വർഷത്തിലെ ലോകകപ്പും അത്തരത്തിൽ ഒരുപാട് മാതൃകകൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലേറ്റവും മനോഹരമായൊരു മാതൃകയാണ് കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കളികളും അതുപോലെ തന്നെ അവരുടെ പ്രയത്നങ്ങളും അവരുടെ സ്വപ്നങ്ങളുമെല്ലാം. കേപ്പ് വെർദെയിലെ പൗസോ വെല്ലിയ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ബുബിസ്സയുടെ കഥ അത് വല്ലാത്തൊരു പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുടെയും കഥയാണ്. 1970 ജനിച്ച ബുബിസ്ക തൻ്റെ 12ാമത്തെ വയസ്സിൽ 1982 ആദ്യമായി ലോകകപ്പ് ഫുട്ബോൾ TV-യിൽ കാണുന്നത്. ആ ഗ്രാമത്തിൽ ആകെ ഒരു TV മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ TV-യിൽ ആദ്യമായി അദ്ദേഹം മർഡോണയുടെ കളി കണ്ടുകൊണ്ടാണ് ഫുട്ബോളിനോടൊരു ഇഷ്ടം തുടങ്ങുന്നത്. പക്ഷേ കളിക്കാൻ വേണ്ടി ഫുട്ബോൾ അന്വേഷിക്കുന്ന സമയത്ത് ഒരു ഫുട്ബോൾ വാങ്ങിക്കൊടുക്കാൻ അമ്മയ്ക്ക് കഴിയുന്നില്ല, ബുബിസ്സയുടെ അമ്മയ്ക്ക് കഴിയുന്നില്ല. പകരം ബുബിസ്സയുടെ അമ്മ ഒരു സോക്സ് കൊണ്ടൊരു ഫുട്ബോൾ ഉണ്ടാക്കിയിട്ടാണ് ബുബിസ്സയ്ക്ക് കളിക്കാൻ കൊടുക്കുന്നത്. അവിടുന്ന് സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന ബുബിസ്ത 1989 കേപ്പ് വെർദെ ടീമിൽ ദേശീയ ടീമിൽ അംഗമാവുന്നുണ്ട്. 89 മുതൽ 2005 വരെ 16 വർഷം അദ്ദേഹം കേപ്പ് വെർദെക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ദേശീയ ടീമിൽ കേപ്പ് വെർദെക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ കേപ്പ് വെർദെയെ വേൾഡ് കപ്പ് കളിപ്പിക്കണമെന്ന അതിതീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്. 1989 മുതൽ 2005 വരെ കളിക്കുന്ന സമയത്ത് 11 വർഷം കേപ്പ് വെർദെ എന്ന ടീമിൻ്റെ ക്യാപ്റ്റനായും അദ്ദേഹം കളിക്കുന്നുണ്ട്. അതിനുശേഷം 2005 വരെ കേപ്പ് വെർദെക്ക് വേണ്ടി കളിച്ചിട്ടും അദ്ദേഹത്തിന് കേപ്പ് വെർദെ എന്ന ടീമിനെ വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. 2020 കേപ്പ് വെർദെ എന്ന ടീമിൻ്റെ കോച്ചായി വന്ന് 6 വർഷത്തെ നിരന്തരമായ പരിശീലനത്തിലൂടെ 5.5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു കൊച്ചു ദ്വീപിനെ 2026 ലോകകപ്പ് ഫുട്ബോളിലേക്ക് അദ്ദേഹം എത്തിക്കുന്നുണ്ട്. 2026 കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യം വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് എത്തുന്നത് കാമറൂൺ പോലെയുള്ള രാജ്യങ്ങളെ തോൽപ്പിച്ചുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ 30 പോയിന്റിൽ 23 പോയിന്റും 9 കളികളിൽ പരാജയം എന്തെന്ന് അറിയാതെയാണ് കേപ്പ് വെർദെ എന്ന ടീമിനെ ബുബിസ്ത 2026 വേൾഡ് കപ്പിലേക്ക് എത്തിക്കുന്നത്. 1982 12 വയസ്സുകാരനായ ബുബിസ്ത കണ്ട സ്വപ്നം 44 വർഷങ്ങൾക്ക് ശേഷം 2026 കേപ്പ് വെർദെ എന്ന രാജ്യം വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് യാഥാർത്ഥ്യമാവുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാതൃക അത് വല്ലാത്തൊരു മാതൃകയാണ് എന്നുള്ളത്. ഇത്തരത്തിൽ കേപ്പ് വെർദെ സൃഷ്ടിച്ച ഒരുപാട് മാതൃകകളുണ്ട്. സ്വപ്നം കാണാനും സ്വപ്നത്തെ പിന്തുടരാനും നമ്മെ പഠിപ്പിച്ച വൊസീന എന്ന് പറയുന്ന അവരുടെ ആത്മാർത്ഥതയുടെ പര്യായമായ അവരുടെ ഗോളി. 2012 അദ്ദേഹം കേപ്പ് വെർദെയിലെ കളിച്ചു തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹം 14 വർഷം 5ഓളം രാജ്യങ്ങളിൽ പോയി പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കുമ്പോഴും 14 വർഷം തൻ്റെ ടീമിന് വേണ്ടി ആത്മാർത്ഥമായി നിലകൊണ്ട് 2026 തൻ്റെ ടീമിനെ വേൾഡ് കപ്പിലേക്ക് എത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിനും ലോക ഫുട്ബോൾ പ്രേമികൾക്കും ഒക്കെ മറക്കാൻ കഴിയാത്തൊരു ദിവസമാണ് ജൂൺ 15, 2026. അന്നാണ് ഫിഫ റാങ്കിങ്ങിൽ 2ാമത്തെ റാങ്കുകാരായ സ്പെയിനും 67ാമത്തെ റാങ്കുകാരായ കേപ്പ് വെർദെയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ആ ഒരു കളിയിൽ മനോഹരമായ അല്ലെങ്കിൽ അവിശ്വസനീയമായ 7 സേവുകൾ നടത്തിക്കൊണ്ട് സ്പെയിൻ കേപ്പ് വെർദെ മത്സരം 0-0 എന്ന മാന്ത്രിക നമ്പറിൽ കലാശിക്കുന്നുണ്ട്. ഒരു വശത്ത് തൻ്റെ സ്വപ്നങ്ങൾ 14 വർഷം പിന്തുടർന്നുകൊണ്ട് വൊസീന വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കുമ്പോൾ മറ്റൊരു വശത്ത് 56 വയസ്സുകാരനായ ബുബിസ്റ്റ 44 വർഷം തൻ്റെ സ്വപ്നത്തെ പിന്തുടർന്നുകൊണ്ട് തൻ്റെ രാജ്യത്തെ വേൾഡ് കപ്പ് കളിപ്പിക്കുന്ന വലിയ മാതൃകയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വേൾഡ് കപ്പ് ഫുട്ബോൾ ഓരോ കളികളും അതൊരു കളി മാത്രമല്ല, അത് ജീവിക്കുന്ന ചലിക്കുന്ന ജീവചരിത്രങ്ങളാണ് എന്ന് പറയുന്നത്. കേപ്പ് വെർദെയുടെ കോച്ചായ ബുബിസ്സയും ഗോളിയായ വൊസീനയും വിദേശത്തുള്ള കളിക്കാരെ എല്ലാം കേപ്പ് വെർദെയിലേക്ക് കൊണ്ടുവന്ന ലിറ്റോയുമെല്ലാം നമുക്ക് പറഞ്ഞു തരുന്ന വലിയൊരു മാതൃകയുണ്ട്. തൻ്റെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും എല്ലാം പിന്തുടരാൻ പ്രായം ഒരു തടസ്സമല്ല എന്നുള്ള വലിയ ഒരു സത്യമാണ് ബുബിസ്ത 44 വർഷം കൊണ്ട് നമുക്ക് കാണിച്ചു തരുന്നത്. 14 വർഷം കൊണ്ട് വൊസീനയും നമുക്ക് കാണിച്ചു തരും. യുവർ കറന്റ് പൊസിഷൻ ഈസ് നോട്ട് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ. കീപ് മൂവിങ് ഫോർവേഡ്.